രാത്രി ഞാൻ പറഞ്ഞല്ലോ ടീം വന്നു, രാത്രിയുള്ള ടീം വന്നു. ഞാൻ ആ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ രാത്രിയുള്ളത് വീഡിയോ മറ്റേത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇത് ഞാൻ നാളത്തെങ്കിലും കൂടി ടച്ച് ചെയ്തില്ല. അത് ഞാൻ എൻ്റെ കൂടെ എഡിറ്റ് ചെയ്ത് കയറ്റുണ്ട്. ഒന്നാമത് നല്ല നിങ്ങൾ പിന്നെ ഇതും ഉണ്ടാക്കി. നേരെ ഡ്യൂട്ടി കയറാൻ പോയാണ്. നോക്കട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടില്ലേന്ന്. ഇപ്പം നേരമൊക്കെ പെട്ടെന്ന് സൂര്യനൊക്കെ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. 7:05 ഉള്ളൂ. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നു. ഞാൻ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് കഴിക്കുക, തിരിച്ച് കയറുക. അതെ, ഫുഡും കഴിക്കുക, കയറുക. ഇത് പറയാനാ, അത് റെഡിയാവട്ടെ. അവിടെ ടീം വന്ന കേട്ടോ. എവിടെയുണ്ട്? അതുണ്ട് കണ്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പോയി ഇന്ന് ക്ലീൻ ചെയ്യണം. നാളെ വെള്ളി കൊണ്ട് ഇന്ന് തന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കണം. ഞാൻ അത് റെഡിയാക്കി പോയി സപ്ലൈ ഒക്കെ ഒന്ന് ചെയ്തിട്ട് പണിയോട് അങ്ങോട്ട് പോയി. ഇപ്പോൾ ഞാൻ മറ്റേ ഓഫ് ചെയ്യും. ആക്കിയിട്ടുണ്ടോ? അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ. ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞ അടുത്ത് ഷൂവിനകത്ത് വെള്ളം വീണു. അതും കൊണ്ട് വെയിലെത്തണം. കുറച്ചും കഴിഞ്ഞിട്ട് പോയി ചെടിക്ക് വെള്ളം ഒഴിക്കും. എല്ലാവരും ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെയാവട്ടെ, അങ്ങനെ എൻ്റെ പ്ലാൻ. നോക്കാം. കുഴപ്പമില്ല, റെഡി ഞാൻ നോക്കി, കുഴപ്പമില്ല. ഇനി അടുത്ത് പോയി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ പോകും. അതെ, ഈ സൈഡ് കുഴപ്പമില്ല കേട്ടോ. നോക്കി, കുഴപ്പമില്ല. ഇനി അടുത്തതും കൂടി നോക്കട്ടെ. ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. കൊള്ളാമല്ലേ? സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കൊള്ളാം. ഒരു വണ്ടി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു. ഇവിടെ എടുക്കാം. ഇവിടെ എങ്ങനെയാ ഒരു കൊല്ലം കണ്ട് വിചാരിച്ച ഒരു അടിപൊളി, കുഴപ്പമില്ല, നല്ലൊരു കാർ എടുക്കാം. സെക്കൻഡ് ഹാൻഡ് ഒരു കൊല്ലം വിചാരിച്ചാൽ മതി. നമ്മളിപ്പോഴത്തെ ശമ്പളത്തിൽ ഫുഡും കഴിച്ച് ഒരു കൊല്ലം ഒരു കാർ എടുക്കാം. കുഴപ്പമില്ലാത്തൊരു നല്ല കാർ എടുക്കാം. ചെടിക്ക് വെള്ളം ഒഴിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പോയി ജസ്റ്റ് എല്ലാം ചെറുതായിട്ടൊന്ന് കഴിച്ച് വേണം. വല്ല ഓട്സ് അതെല്ലാം കഴിക്കുന്നത് ഉണ്ടാക്കി. ഇതും കഴിക്കുക. ഓട്സും അതിന് ഓട്സ് ഉണ്ടാക്കിയിട്ട് ശകലം ഇതിൻ്റെ കൊക്കോ പൗഡർ ഇട്ട് ഉണ്ടാക്കി ശകലമായിട്ടുള്ളൂ, കൂടുതലൊന്നും ഇടൂല. പൈസ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം അത്ര തന്നെ. ഏകദേശം എന്ന് പറഞ്ഞാൽ എല്ലാം ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. ഇനി അടുത്ത് നേരെ ഇറങ്ങുക. മനസ്സിലായി? വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. കമ്പ്യൂട്ടർ ബേസ് എല്ലാം സെറ്റാണ്, നോർമലാണല്ലോ. ഏകദേശം പാതി അടുപ്പിച്ചെത്തിയിട്ടാണ്, കുറച്ചും കൂടി ഉള്ളൂ. പിന്നെ ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാണ്. വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പോകാൻ സ്ഥലമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ 2 പേരുണ്ട് എൻ്റെ കൂടെ. ഞാനവന് ലൈക്ക് ട്രാപ്പ്. എന്നാൽ ഫ്രീ ആണെന്ന് ചോദിച്ചാൽ ഫ്രീ ആണോ? നമ്മൾ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ഫ്രീ ആണെന്ന് വെച്ചാൽ ഫ്രീ ആണ്. പക്ഷെ എന്നാൽ ഇവിടെ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് പുറത്ത് പോകണമെങ്കിൽ അവൻ ഒരു 24 മണിക്കൂർ ചെയ്താൽ കഴിഞ്ഞാൽ എനിക്ക് 24 മണിക്കൂർ ഫ്രീ ആവാം. അങ്ങനെ ആദ്യം ചെയ്യാനും പറ്റുള്ളൂ. ഉറങ്ങണ്ടേ, പിന്നെ നോക്കണം. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ ഫോൺ അവൻ്റെ കൊടുത്തിട്ടൊന്ന് എപ്പോൾ വേണോ കോൾ വരാം, നമ്മളൊന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പറയും. എന്നാൽ ഫ്രീ ആണെന്ന് വെച്ചാൽ ഫ്രീ ആണ്. നമുക്ക് അവിടെ ഇരുന്ന് ഫോൺ യൂസ് ചെയ്യാം, ഗെയിം കളിക്കാം, അങ്ങനെ പലതൊക്കെ ചെയ്യാം. പക്ഷേ ഒരാളവിടെ എപ്പോഴും വേണമെന്നാണ്.
ജോലി അടിപൊളിയാണ്, നല്ല ഒരു കുഴപ്പമില്ലാത്ത ശമ്പളവും ഉണ്ടെന്നാൽ ഉന്തി തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷെ എനിക്ക് പറ്റണില്ല, മനസ്സിലായോ? ഈ എന്താന്ന് പറയാൻ എല്ലാം ഉണ്ട് എന്നാൽ ജയിലിനകത്ത് പൂട്ടിയിട്ടതുപോലെ. അതും ഫുഡിന് ചിലതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്താൽ നമുക്ക് ഇത്തിരി കൂടി പൈസ കിട്ടും. എനിക്ക് എൻ്റെ ഉണ്ട്, പക്ഷേ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ ചെയ്യുന്നുണ്ട്. ഗോൾഡിൽ എൻ്റെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറവാണ്, ഞാൻ അയക്കേണ്ടത് കുറവാണ്. വീട്ടിൽ 22, 23, ഏകദേശം 25, 24 ആ റേഞ്ച് വീട്ടിൽ അയക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെ ഒരു കുറച്ച് സേവിങ്സ് ഗോൾഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ഫുഡ് അങ്ങനെ പോയിട്ട് പിന്നെ മിച്ചം ചിലപ്പം 2 രൂപ 3 രൂപയൊക്കെ വരും. അത് പിന്നെ വല്ല ചിക്കനാ 2 ദിവസം ചിക്കൻ 3 ദിവസം ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ അത് തീരും. അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്യണത്. അതാണ് സത്യം, റിയാലിറ്റി. നമുക്ക് നാട്ടിലൊന്നും ചെയ്യാൻ കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് ചാടിയത്. സംഭവം എന്ന് പറഞ്ഞാൽ നാട്ടിൽ അച്ഛൻ്റെ കൂടെ പോയപ്പം കുഴപ്പമില്ല, ശമ്പളം ഉണ്ടായിരുന്നു. ഇവിടെ എത്ര എനിക്ക് കിട്ടുമോ അത്രയും നാട്ടിൽ നിന്നാലും എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ എപ്പോഴും ജോലിയില്ല. അതിലാണ് അവിടെ നിന്ന് വരേണ്ടി വന്നത്. ബൈക്കുണ്ട് 2 കൂടി എൻ്റെ 2 മാസത്തെ പൈസ വരും. 2 മാസം നാട്ടിൽ അയക്കുന്ന പൈസ ഏകദേശം എത്ര 120 രൂപ. ഇവിടുത്തെ നാട്ടേക്കിനേക്കാളും കൂടുതലാണ്. കൊള്ളാം കേട്ടോ സാധനം, സ്പീഡുണ്ട്. റോഡിലെത്തേട്ടാ. ഇനി ആദ്യം പോയി പൊറോട്ട വാങ്ങിക്കണം. ഇന്ന് പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ച്. പെട്ടെന്ന് ചേഞ്ച് ആയതാ ഇന്ന് മൈൻഡ്. വേണ്ടി കൊള്ളാമല്ലേ? ഇതിൻ്റെ ബാക്കാണ് ഞാൻ എടുത്തിട്ടാ ഇന്നലത്തെ വീഡിയോയിൽ. ഈ ആടിനെ കാണുമ്പോൾ പട്ടിയെ പോലെയുണ്ട്. കാര്യമായിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടാൽ പട്ടിയെന്ന് വിചാരിച്ചു. അതെല്ലാം നോക്കണം, എവിടെ അങ്ങനെ പട്ടികൾ അലൗഡാക്കിയെന്ന്. നമ്മളെ നാട്ടിലെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പൂവർ. സർവൈവ് ചെയ്യാൻ പോകുമ്പോലെ നോക്കുമ്പോഴാണ് ചെയ്യുന്നത്. എന്നാലും ഇവിടെ ഉള്ളവരെ വണ്ടി നമ്മളതിൽ കാണൂല, മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ പോലും. മനസ്സിലായേ? അതാണ് സത്യം. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ നാട്ടിലൊന്നും അല്ലാന്ന് തോന്നും നമ്മൾ. എന്നാ പക്ഷേ ഇവിടുത്തെ രീതി നമ്മൾ നോക്കിയാൽ ഫുഡിന് മാത്രമേ വില പറഞ്ഞുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ പ്രൈസ് ഡൗൺ ആണ് കേട്ടോ. പിന്നെ നെറ്റും റീചാർജും അതും ശലം വിലയുണ്ട്. വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം പാതി അടുപ്പിച്ചെത്തി. ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ നടക്കാൻ. ഞാൻ ഇവിടെ എത്തി. ഡസ്റ്റ്ബിന്നും കുറച്ച് തട്ടിക്കളഞ്ഞ് പുറത്ത്, കാരണം ഫുള്ളായി. അല്ലെങ്കിൽ രാവിലെ പോകണം. ഇനി പോയി എല്ലാം ഒന്ന് ലൈറ്റും കൂടെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നോർമലാ, ഇരുട്ടിയുമില്ല എന്നാൽ സൂര്യൻ താരം ചെയ്തു. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറും കൂടി തന്നെ എല്ലാം ഒന്ന് റീചെക്ക് ചെയ്തിട്ട് ഇറങ്ങണം. ബാക്കി ഞാൻ നോർമലി ചെക്ക് ചെയ്തായിരുന്നു, വലിയ കുഴപ്പമില്ല. എന്നാലും ഒന്നും കൂടി റീചെക്ക് ചെയ്തിട്ട് ഇറങ്ങണം. പുറത്തിറങ്ങിയായിരുന്നു അവിടെ. ഇപ്പം നോക്കട്ടെ എന്തിനായിരുന്നു പരിപാടി തന്നെ. ഫുഡൊക്കെ നോമ്പൊക്കെ മുറിച്ച് എത്ര മണിയായി? 7 മണിയായി. കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, 7 മണിയായി. അതായത് 6:58. പിന്നെ എന്നാ ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് ചേട്ടായിട്ട് നോക്കിയിട്ട് ഇരിക്കുക, ഗെയിം കളിക്കുക, അതൊക്കെ തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുക, ഒറ്റയ്ക്ക് ചിരിക്കുക. കൂടുതലായിപ്പോയി ഏട്ടാ കഴിച്ചത്. പൊറോട്ട തൊട്ടില്ല. ഓക്കെ ബൈ.